Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ 2-3 പാരഗ്രാഫ് കഴിഞ്ഞു. ഒന്നുകൂടി വായിക്കാം. നമുക്ക് അതിന്റെ ബാലൻസ് ആയിട്ട് എടുക്കാം. ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യവും. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയത് മുതൽ ഇന്ത്യക്കാരെ പല വിധത്തിൽ ദ്രോഹിക്കുവാൻ തുടങ്ങി. ഇവിടുത്തെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയും അവർ നിർവീര്യമാക്കി. ഇംഗ്ലണ്ടിലുണ്ടാക്കിയ സാധനങ്ങൾ വൻ വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ത്യക്കാർ തകർന്നു. ജനങ്ങളിൽ നിന്ന് വൻ നികുതി പിടിച്ചു. കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പ് നികുതിയും വസൂലാക്കി. ഇതിനെതിരെ പ്രതിഷേധിച്ച ദേശീയ നേതാക്കളെ മർദ്ദനമുറകൾ കൊണ്ടാണ് ഭരണകൂടം നേരിട്ടത്. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, പൂർണ്ണ സ്വരാജ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നാടെങ്ങും മുഴങ്ങിക്കേട്ടു. ആയിടെ വൈസ്രോയിക്ക് എഴുതിയ കത്തിൽ ഗാന്ധിജി ഇങ്ങനെ വ്യക്തമാക്കി: താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്. അതായത് ദിവസം 700 രൂപ. ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ദിവസ വരുമാനം കേവലം 2 രൂപയും. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. 11 ആവശ്യങ്ങളാണ് ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അവയിലൊന്ന് ഉപ്പ് നികുതി പിൻവലിക്കുക എന്നതായിരുന്നു. 1930 മാർച്ച് 11 മുമ്പ് ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്നും അറിയിച്ചിരുന്നു. വൈസ്രോയി ഇതൊന്നും അനുവദിച്ചില്ല. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 4 മലയാളികൾ ഉൾപ്പെടെ 78 പേരോടുകൂടി 1930 മാർച്ച് 12-ാം തീയതി അദ്ദേഹം സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സബർമതിയിൽ നിന്ന് 330 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടലോരം. 24 ദിവസമെടുത്തു അവിടെ എത്തിച്ചേരാൻ. വഴി നീള സമരഭടന്മാർക്ക് നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ലഭിച്ചു. ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം പങ്കുചേരണമെന്നും ഗാന്ധിജി പ്രസ്താവന ഇറക്കി. ഉദ്യോഗസ്ഥന്മാർ ജോലി ബഹിഷ്കരിക്കുവാനും നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ പ്രസ്താവനയിൽ ഒന്നുകിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി മടങ്ങിയെത്തും, അല്ലെങ്കിൽ എന്റെ മൃതദേഹം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്നെഴുതിയിരുന്നു. ഇത്രവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? അപ്പൊ ഇന്ന് നമുക്കത് ബാക്കി പഠിക്കാം. ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി കടൽ ജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു. ഉപ്പ് വിറ്റ് കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയുള്ള സമരം തുടരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയിക്ക് കലിയിളകി. മെയ് 5-ാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രസിദ്ധം ചെയ്തിരുന്ന യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. അതടിച്ചിരുന്ന നവജീവൻ പ്രസ് അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോൾ അനുയായികളായി 75,000 പേർ രംഗത്തുണ്ട്. അല്ലെ? എന്താ പറഞ്ഞത്? ഗാന്ധിജി അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി അല്ലെ, ഗാന്ധിജി ആവശ്യപ്പെട്ടതൊന്നും വൈസ്രോയി അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി കടൽ ജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചു അല്ലെ. ആദ്യമായി അവര് എന്ത് ചെയ്തു? ഏപ്രിൽ 6-ാം തീയതി കടൽ ജലം വറ്റിച്ച് എന്തുണ്ടാക്കി? ഉപ്പുണ്ടാക്കി. അങ്ങനെ നിയമം ലംഘിച്ചു അല്ലെ. ഉപ്പ് വിറ്റ് കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയുള്ള സമരം തുടരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ, അപ്പൊ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു? ഇതുപോലെ നിയമം ലംഘിച്ചിട്ട് സമരം തുടരാൻ ആഹ്വാനം ചെയ്തതോടെ എന്തുണ്ടായി? വൈസ്രോയിക്ക് കലിയിളകി അല്ലെ. സ്വാഭാവികമായും ഇങ്ങനെ ഓരോ സമരങ്ങള് ആരംഭിച്ചതോടെ എന്തായി? വൈസ്രോയിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അല്ലെ, കലിയിളകി. മെയ് 5-ാം തീയതി ഗാന്ധിജിയെ അങ്ങനെ എന്ത് ചെയ്തു? മെയ് 5-ാം തീയതി, ഏപ്രിൽ 6-നായിരുന്നു കടൽ ജലം വറ്റിച്ച് ഉപ്പുണ്ടാക്കി നിയമം ലംഘിച്ചത്. അപ്പോ പിന്നെ അത് മാത്രമല്ല, ഗാന്ധിജി എല്ലായിടത്തും എല്ലാ വശങ്ങളിലും എന്ത് ചെയ്തു? ഇങ്ങനെ സമരങ്ങള് നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയിക്ക് കലിയിളകി. ഇപ്പൊ എന്ത് ചെയ്തു? ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു അല്ലേ. ഓക്കെ.
മെയ് 5-ാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രസിദ്ധം ചെയ്തിരുന്ന യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. പത്രത്തിൽ ചിലപ്പോൾ ഇതിനെ പറ്റിയുള്ള കുറെ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. അത് അടിച്ചിരുന്ന നവജീവൻ പ്രസ്സും അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ പട്ടേലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോ എന്തായി? അനുയായികളായി കുറെ പേര് രംഗത്ത് വന്നു. അല്ലെ, ഏകദേശം 25,000 പേര് രംഗത്ത് വന്നു അല്ലെ. അപ്പം സമരത്തിന് ശക്തി ആർജിച്ചു. കാരണം കുറെ പേര് രംഗത്ത് വന്നു. ഗാന്ധിജിയെ ജയിലിൽ അടച്ചാൽ ഇനിയിപ്പോ ഇതെല്ലാം ഈ സമരങ്ങളെല്ലാം നിർത്തലാക്കാം എന്നായിരിക്കാം വൈസ്രോയി കരുതിയത്. പക്ഷെ ഇല്ല, 75,000 പേർ രംഗത്ത് വന്നു. അങ്ങനെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ അലയടികൾ കേരളത്തിലും ഉണ്ടായി. അങ്ങനെ എന്തായി? 1930 ഏപ്രിൽ 13-ാം തീയതി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിക്കാൻ ഒരു സന്നദ്ധ സംഘം കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. നമ്മുടെ നാട്ടിലായിരുന്നു അല്ലെ, പയ്യന്നൂരിലായിരുന്നു. ഏത്? 1930 ഏപ്രിൽ 13-ാം തീയതി കെ കേളപ്പന്റെ നേതൃത്വത്തില് ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചു അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? വഴി നീള സ്വീകരണം ഏറ്റുവാങ്ങി ഈ സംഘം 21-ാം തീയതി പയ്യന്നൂരിലെത്തി. പാലക്കാട് നിന്നും TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പുറപ്പെട്ടു. യാത്രാമധ്യേ ഗാന്ധിജിയുടെ ഒരു കമ്പി സന്ദേശം കേളപ്പൻ ലഭിച്ചു. എന്തായിരുന്നു അത്? കേളപ്പൻ ഒരു പറ്റം അനുയായികളോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അതായിരുന്നു ഗാന്ധിജി പറഞ്ഞത്. സംഭവങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കണം എന്നായിരുന്നു ആ സന്ദേശം അല്ലെ. അദ്ദേഹം അറസ്റ്റിലായതുകൊണ്ട് സംഭവങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കണം എന്ന് എന്ത് പറഞ്ഞു? കേളപ്പന് ഒരു സന്ദേശം അയച്ചു അല്ലെ. ദണ്ഡിയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും ഉപ്പു നിയമം ധീരമായി ലംഘിച്ചു. ദിവസങ്ങൾക്കകം ബ്രിട്ടൻ മർദ്ദനമുറകളും ആരംഭിച്ചു. കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പു നിയമം ലംഘിച്ചവരെ മർദ്ദിക്കുക മാത്രമല്ല, ഉപ്പ് കുറുക്കാൻ കൊണ്ടുവന്ന ചട്ടിയും ചിരട്ടയും കലവും എല്ലാം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, TR കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, RV ശർമ്മ, പി കൃഷ്ണപിള്ള എന്നിവരെ 9 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ കെ കേളപ്പൻ പിൻകാലത്ത് എന്തറിയപ്പെട്ടു? കെ കേളപ്പനാണല്ലേ കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇതുകൊണ്ടാണ് എന്തുകൊണ്ട് ഗാന്ധിയൻ തന്നെ കൊണ്ടു നടന്നുകൊണ്ട് എന്തായി? കേരള ഗാന്ധി എന്നറിയപ്പെട്ടു കെ കേളപ്പൻ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉപ്പു നിയമം ലംഘിക്കുവാൻ ജനക്കൂട്ടം മുൻപോട്ട് വന്നു. തമിഴ്നാട്ടിലെ C രാജഗോപാൽ ആചാര്യാണ് നിയമം ലംഘിച്ചത്. തമിഴ്നാട്ടിൽ ആരായിരുന്നു? C രാജഗോപാൽ ആചാര്യാണ് നിയമം ലംഘിച്ചത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഡൽഹിയിൽ മാത്രം ആയിരക്കണക്കിന് പേർ തടവിലായി. സമരം നിത്യേന ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സർക്കാർ നിരോധിച്ചു. ഇതോടെ മർദ്ദനം രൂക്ഷമായി. സമരവീര്യവും വർദ്ധിച്ചു. ഒടുവിൽ ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണം നടന്നു അല്ലെ. സന്ധി സംഭാഷണത്തിന്റെ പേരെന്നാ? ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യയിൽ തടയുകയില്ലെന്ന തീരുമാനമായി അല്ലെ. ബ്രിട്ടീഷ് സാധനങ്ങള് ഇന്ത്യയിൽ ഇനി വിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൽ എന്തായി? തീരുമാനമായി. മർദ്ദനമുറകൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാരും സമ്മതിച്ചു. സ്വന്തമായി ഉപ്പുണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ സത്യാഗ്രഹ തടവുകാരെയും അതോടെ അല്ലെ, ഈ ഒരു സന്ധി സംഭാഷണം നടന്നതോടെ എന്തായി? എല്ലാ തടവുകാരെയും മോചിപ്പിച്ചു അല്ലെ. ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ വൻ വിജയത്തിൽ കലാശിച്ചു. ഇങ്ങനെ ഉപ്പ് സത്യാഗ്രഹം എന്തായി? വൻ വിജയത്തിൽ തന്നെ കലാശിച്ചു അല്ലെ. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യവും എന്നുള്ള പാഠം മനസ്സിലായോ? എന്താണ്? ഉപ്പ് സത്യാഗ്രഹം നടത്തിയ കഥയാണ് അല്ലെ. അതില് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്, പിന്നെ ഗാന്ധി ഇർവിൻ സന്ധി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഹിസ്റ്ററിയിലും എല്ലാം പഠിച്ചതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഒരു പിടി ഉപ്പും ഒരു സാമ്രാജ്യവും എന്നാണ് അല്ലെ പാഠത്തിന്റെ പേര്. അപ്പൊ ഇതൊന്ന് വായിക്കണല്ലോ. ഇന്നലെ ആരാ വായിക്കാത്ത ആള്? ഇന്നലെ ആരോ 2-3 പേരിലേ വായിച്ചുള്ളൂ. ആരൊക്കെയായിരുന്നു? ജീവ ഒന്ന് വായിച്ചേ. ജീവ സ്റ്റക്കാവും. ജീവ ജോർജ് പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നില്ലേ?
ജീവ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കുന്നില്ല. നെക്സ്റ്റ് നിജാദ്. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോനെ. അൺമ്യൂട്ട് ആയില്ല മോനെ. നിജാദ് പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. ഇന്ത്യയുടെ ഭരണാധി. ഓക്കെ, വായിച്ചോ വായിച്ചോ, കേൾക്കുന്നുണ്ട്. മിസ് ക്ലിയർ ആകുന്നില്ല. വായിച്ചോ മോൻ, വായിച്ചോ, കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, വായിച്ചോ. നിജാദേ കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറി ഇന്ത്യയെ പല വിധത്തിൽ ദ്രോഹിക്കുവാൻ തുടങ്ങി. ഇവിടത്തെ പരമ്പരാഗത വ്യവസായങ്ങളും തൊഴിലുകളും അവർ നിർവീര്യമാക്കി. ഇംഗ്ലണ്ടാക്കിയ സാധനങ്ങൾ വൻവിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു വിൽക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ത്യക്കാർ തകർന്നു. ജനങ്ങളിൽ നിന്ന് വൻ കൃഷിക്കാരിൽ നിന്ന് 20% കൃഷിക്കാരിൽ നിന്ന് 20% ഭൂനികുതിയും 30% ഉപ്പുനികുതിയും വസൂലാക്കി. ഇതിനെതിരെ പ്രതിഷേധിച്ച നേതാക്കളെ മർദ്ദനം കൊണ്ടാണ് ഭരണകൂടം നേരിട്ടത്. ഗാന്ധി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, പോസ്റ്റ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കിട്ടു. പ്രതിമാസം വൈസ്രോയിക്ക് എഴുതിയ കത്തിൽ ലൈൻ മാറുന്നല്ലോ നിജാദേ. വായിച്ചോ? കേൾക്കുന്നില്ലേ മോനെ? ക്ലിയർ ഇല്ല. നെക്സ്റ്റ് നിർമ്മൽ വായിച്ചേ. 21,000 നിജാദേ മതി മോനെ, ഇനി അടുത്ത് നിർമ്മലിന് കൊടുക്കാം. നിർമ്മൽ വായിച്ചേ. നിർമ്മലേ അൺമ്യൂട്ട്. വായിച്ചോ. ആദ്യം തൊട്ട് വായിക്കട്ടെ? അവിടുന്ന് വായിക്കേ. എവിടം വരെയാ വായിച്ചത് അവൻ? നീ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ക്ലിയർ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കേ. സെക്കൻഡ് പാരഗ്രാഫ്. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ
മുതലായവരുടെ നേതൃത്വത്തിൽ ഉം, നേതൃത്വത്തിൽ ഉം, ജനങ്ങൾ ഉം, സമ്പലിപ്പെട്ട സംഘടിത ശക്തിയായി മുന്നേറി. സംഘടിപ്പിച്ച സംഘടിത ശക്തിയായി മുന്നേറി. സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഉം. ഇന്ത്യ വിടുക ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ പൂർണ്ണ സ്വരാജ് അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നാടെങ്ങും മുഴങ്ങിക്കേട്ടു. നാടെങ്ങും മുഴങ്ങിക്കേട്ടത്. ആയിടെ വൈസ്രോയ്ക്കെതിരെ എഴുതിയ കത്തിൽ ഗാന്ധിജി ഇങ്ങനെ വ്യക്തമാക്കി. എന്താ വ്യക്തമാക്കി? താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയും അതായത് ദിവസം 700 രൂപ ഇന്ത്യക്കാരന്റെ ഒരു ശരാശരി ദിവസ വരുമാനം കേവലം 2 രൂപയും ഇന്ത്യക്കാരെ അടിക്കുന്ന ഈ രീതി വരുമാനം 2 രൂപയും ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആരാ? ജോയൽ. ഉപേക്ഷിക്കണം. ജോയൽ പോയോ? ജോയൽ 11 ആവശ്യങ്ങളാണ്. നിർമ്മല് വായിക്കുന്നുണ്ട്. ഷാനിഫ്, ജോയൽ പോയി. ഇവര് വായിക്കാൻ പറയുന്ന കുട്ടികൾ അന്നേരം സ്ട്രക്ക് ആവും. ഈ വായിക്കുന്ന കുട്ടികൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, വായിക്കാത്ത കുട്ടികള് വായിക്കുന്നില്ല. ഷാനിഫേ വായിച്ചോ. അൺമ്യൂട്ട് ഒന്ന് കളഞ്ഞേ മോനെ. 11 ആവശ്യങ്ങളാണ് ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അവയിലൊന്ന് ഉപ്പ് നികുതി പിൻവലിക്കുക എന്നതായിരുന്നു. 1930 മാർച്ച് 11 മുമ്പ് ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ തുടങ്ങുമെന്നും അറിയിച്ചിരുന്നു. വൈസ്രോയി ഇതൊന്നും അനുവദിച്ചില്ല. അതിനാൽ ഇന്ത്യ നാശങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 4 മലയാളികൾ ഉൾപ്പെടെ 78 പേരുടെ കൂടെ 1930 മാർച്ച് 12-ാം തീയതി അദ്ദേഹം സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സബർമതിയിൽ നിന്നും 320 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടലോരം. 24 ദിവസമേ
എടുത്തു. ദിവസമെടുത്ത് അവിടെ എത്തിച്ചേരാൻ. വഴി നീളം സമരഭടന്മാർക്കു നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ലഭിച്ചു. ഗവൺമെന്റിനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്ന ഈ സമരത്തിൽ ഇന്ത്യക്കാരെ എല്ലാം പങ്കുചേരണമെന്നും ഗാന്ധിജി പ്രസ്താവന ഇറക്കി. ഉദ്യോഗസ്ഥന്മാർ ജോലി ബഹിഷ്കരിക്കുവാനും നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ പ്രസ്താവനയിൽ ഒന്നെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി മടങ്ങിയതും അല്ലെങ്കിൽ എന്റെ മൃതദേഹം ഒഴുകുന്നത് കാണാം എന്ന് എഴുതിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അഫ്രാസ് വായിച്ചേ. അഫ്രാസെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. അഫ്രാസ് യൂസഫ്. ഓക്കെ, എവിടുന്ന വായിക്കണ്ടേ? ഇപ്പൊ വായിച്ചതിന്റെ ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഒരാൾ വായിക്കുമ്പോ അടുത്താൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെ? മിസ് ക്ലിയർ ഉണ്ടായിരുന്നില്ല. എന്നാ ഗാന്ധിജിയും അനുചരന്മാരും പേജ് നമ്പർ 23. ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി ജനരം 6-ാം ജലത്തിൽ നിന്ന് ഉപ്പ് വിറ്റു കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയിലുള്ള സമരം തുടരാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തതോടെ ഫെബ്രുവരി 5-ാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അതച്ചടിച്ചിരുന്ന നവജീവൻ പ്രസാദ് പ്രസ് അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ പട്ടേലിനു അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ജയിലിലടച്ചപ്പോൾ അനുയായികളായി 75,000 പേർ രംഗത്തു വന്നു. ഉപ്പു സത്യാഗ്രഹത്തിന്റെ അലയടികൾ കേരളത്തിലുമുണ്ടായി. 1930 ഏപ്രിൽ 13-ാം തീയതി കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിക്കാൻ ഒരു സന്നദ്ധ സംഘം കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. വഴി നീളെ സ്വീകരണം ഏറ്റുവാങ്ങി ഈ സംഘം 21-ാം തീയതി പയ്യന്നൂരിലെത്തി. പാലക്കാട്ടു നിന്നും ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പുറപ്പെട്ടു. യാത്രാ മധ്യ ഗാന്ധിജിയുടെ ഒരു കമ്പി സന്ദേശം കേളപ്പന് ലഭിച്ചു. കേളപ്പൻ ഒരു പറ്റം അനുയായികളോടു കൂടെ പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സംഭവങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം എന്നായിരുന്നു ആ സന്ദേശം. കേരളത്തിലും നിയമം തീരുമാനിച്ചു.
ദണ്ഡിയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും ഉപ്പ് നിയമം ധീരമായി ലംഘിച്ചു. ദിവസങ്ങൾക്കകം ബ്രിട്ടൻ മർദ്ദന മുറകളും ആരംഭിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചവരെ മർദ്ദിക്കുക മാത്രമല്ല, ഉപ്പ് ഉറുക്കാൻ കൊണ്ടുവന്ന ചട്ടിയും ചിരട്ടയും കലവും എല്ലാം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, കെ മാധവൻ, ആർ വി ശർമ്മ, പി കൃഷ്ണപിള്ള എന്നിവരെ 9 മാസത്തെ കഠിന തടവൻ ശിക്ഷ ലഭിക്കുകയുണ്ടായി. ഗാന്ധിയൻ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ കെ കേളപ്പൻ പിൽക്കാലത്ത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നിയമം ലംഘിക്കുവാൻ ജനക്കൂട്ടം മുൻപോട്ട് വന്നു. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയാണ് നിയമം ലംഘിച്ചത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ഡൽഹിയിൽ മാത്രമായിരിക്കണമെന്ന് ആയിരക്കണക്കിന് പേർ തടവിലായി. സമരം നിത്യേന ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സർക്കാർ നിരോധിച്ചു. ഇതോടെ മർദ്ദനം രൂക്ഷമായി. സമരവീര്യവും വർദ്ധിച്ചു. ഒടുവിൽ ഗാന്ധി ഇർവിൻ സന്ധി സംഭാഷണം നടന്നു. ഇതോടെ സിവിൽ നിയമലംഘനം പിൻവലിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സാധനങ്ങളുടെ വിൽപ്പന ഇന്ത്യയെ തടയുകയില്ലെന്ന് തീരുമാനമായി. മർദ്ദനമുറകൾ അവസാനിപ്പിക്കാമെന്ന് സർക്കാരിൽ സമ്മതിച്ചു. സ്വന്തമായി ഉപ്പ് ഉണ്ടാക്കാൻ ജനങ്ങളെ അനുവദിക്കുകയും ചെയ്തു. എല്ലാ ഉപ്പു സത്യാഗ്രഹം അങ്ങനെ വൻ വിജയത്തിൽ കലാശിച്ചു. ഓക്കെ, ജോയലിനാണോ ക്ലിയർ ഇല്ലാത്തെ? ജോയൽ ഒന്ന് വായിച്ചേ. ജോയൽ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചു. ഫസ്റ്റ് മോനൊന്ന് വായിച്ചേ. കച്ചവടത്തിന് വന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയതു മുതൽ ഇന്ത്യക്കാരെ പല വിധത്തിൽ ദ്രോഹിക്കുവാൻ തുടങ്ങി. അവിടത്തെ പരമ്പരാഗത ഗ്രാമ വ്യവസായങ്ങളെയും തൊഴിലുകളെയും അവർ നിർവീര്യമാക്കി. ഇംഗ്ലണ്ടിലുണ്ടാക്കിയ സാധനങ്ങൾ വിലക്ക് ഇവിടെ കൊണ്ടുവന്നു വിൽക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ത്യക്കാർ തകർന്നു. ജനങ്ങളിൽ വൻ നികുതിയും പിരിച്ചു. കൃഷിക്കാരിൽ നിന്നും 20% ഭൂനികുതിയും 30% നികുതിയും വസൂലാക്കി. ഇതിനെതിരെ പ്രതിഷേധിച്ച ദേശീയ നേതാക്കളെ മർദ്ദനം കൊണ്ടാണ് ഭരണകൂടം നേരിട്ടത്. ഓക്കെ, ശ്രീവിഷ്ണു. ഗാന്ധിജി മതി മോനെ. നെക്സ്റ്റ് ശ്രീവിഷ്ണു. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ മുതലായവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിത ശക്തിയായി മുന്നേറി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, പൂർണ്ണ സ്വാതന്ത്ര്യ രാജ്യമായി സ്വരാജ്യമായി അനുവദിക്കുക
തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ നാടെങ്ങും മുഴങ്ങിക്കേട്ടു. നായിഡെ വൈസ്രോയിക്ക് എഴുതിയ കത്തിൽ ഗാന്ധിജി ഇങ്ങനെ വ്യക്തമാക്കി: താങ്കളുടെ പ്രതിമാസ ശമ്പളം 21,000 രൂപയാണ്, അതായത് ദിവസം 700 രൂപ. ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ദിവസ വരുമാനം കേവലം 2 രൂപയും. ഇന്ത്യക്കാരെ കൊള്ളയടിക്കുന്ന ഈ രീതി അങ്ങ് ഉപേക്ഷിക്കണം. 11 ആവശ്യങ്ങളാണ് ഗാന്ധിജിയുടെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. അവയിലൊന്ന് ഉപ്പു നികുതി പിൻവലിക്കുക എന്നതായിരുന്നു. 1930 മാർച്ച് 14 മുമ്പ് ആവശ്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. വൈസ്രോയി ഇതൊന്നും അനുവദിച്ചില്ല. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിക്കുവാൻ തന്നെ തീരുമാനിച്ചു. 4 മലയാളികൾ ഉൾപ്പെട്ട 78 പേരുടെ കൂട്ടം 1930 മാർച്ച് 12 അദ്ദേഹം സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. സബർമതിയിൽ നിന്ന് 320 കിലോമീറ്റർ അകലെയാണ് ദണ്ഡി കടപ്പുറം. 24 ദിവസമെടുത്തു അവിടെ എത്തിച്ചേരാൻ. വഴി നീളെ സമരഭടന്മാർക്കു നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ലഭിച്ചു. ഗവൺമെന്റിന്റെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നു ഈ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം ചേരണമെന്നും ഗാന്ധിജി പ്രസ്താവനയറിയിച്ചു. ഉദ്യോഗസ്ഥന്മാർ ജോലി ബഹിഷ്കരിക്കുവാനും നിർദ്ദേശിച്ചു. ഗാന്ധിജിയുടെ പ്രസ്താവനയിൽ ഒന്നെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടി മടങ്ങിയെത്തും, അല്ലെങ്കിൽ എന്റെ മൃതദേഹം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്നെഴുതിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ജുവാന ഒന്ന് വായിച്ചേ. ജുവാന സിജു. നെക്സ്റ്റ് കേൾക്കുന്നുണ്ടോ ജുവാന? ഓക്കെ, വായിച്ചോ. എനിക്ക് ക്ലിയർ അല്ലായിരുന്നു. എന്നാ വായിച്ചു. പേജ് നമ്പർ 23. ഗാന്ധിജിയും അനുചരന്മാരും ഏപ്രിൽ 6-ാം തീയതി കടൽ ജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കിയ നിയമം ലംഘിച്ചു. ഉപ്പ് വിറ്റു കിട്ടിയ 1600 രൂപ അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ മാതൃകയായുള്ള സമരം തുടരാൻ ഗാന്ധിജിയെ ആഹ്വാനം ചെയ്തതോടെ വൈസ്രോയിക്ക് കലിയേറി. മെയ് 5-ാം തീയതി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പ്രസിദ്ധീകരണം ചെയ്തിരുന്ന യങ് ഇന്ത്യ എന്ന പത്രം നിരോധിച്ചു. അത് അച്ചടിച്ചിരുന്ന നവജീവൻ പ്രസ് അടച്ചുപൂട്ടി. സത്യാഗ്രഹത്തിന്റെ ആരംഭത്തിൽ തന്നെ സർദാർ
പട്ടേലിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ജയിലിലടച്ചപ്പോൾ അനുയായികളായി 75,000 പേർ രംഗത്തിൽ വന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ അലയടികൾ കേരളത്തിലും ഉണ്ടായി. 1930 ഏപ്രിൽ 13-ാം തീയതി കെ. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ചു ഒരു സന്നദ്ധ സംഘം കോഴിക്കോട്ട് നിന്നും കോഴിക്കോട്ടയിൽ നിന്നു പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു. വഴി നീളെ സ്വീകരണം ഏറ്റുവാങ്ങി ഈ സംഘം 21-ാം തീയതി പയ്യന്നൂരിലെത്തി. പാലക്കാട്ടു നിന്നും DR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പുറപ്പെട്ടു. യാത്രാമധ്യേ ഗാന്ധിജിയുടെ ഒരു കമ്പി സന്ദേശം കേളപ്പന് ലഭിച്ചു. കേളപ്പൻ ഒരു പറ്റം അനുയായികളെ കൂട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സംഭവങ്ങൾ അറിയിച്ചു കൊള്ളണം എന്നായിരുന്നു ആ സന്ദേശം. ഓക്കെ കുട്ടികളെ, ഇപ്പൊ ചിലപ്പോ ക്ലാസ്